അച്ഛന്റെ മായാത്ത ഓർമ്മകളിൽ അരുൺകുമാർ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിന് ശേഷം ആലപ്പുഴയിൽ നിന്നും ബാട്ടൺ ഹില്ലിലെ വീട്ടിലെത്തിയ അരുൺകുമാർ അച്ഛന്റെ ഓർമ്മകൾ പങ്കുവച്ചു. അതൊരു ഫീലുണ്ടാകുന്ന ഒരു സംഗതി ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം തീരുമാനിക്കുന്നത് അന്ന് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് വീട്ടിൽ ഇരുന്ന് വിഷമിക്കുക എന്നുള്ളതല്ലാതെ അന്ന് നമുക്ക് വിഷമം ഇല്ലെങ്കിൽ അമ്മ വിഷമിക്കും, അല്ലെങ്കിൽ ഫാമിലി അതർ മെമ്പേഴ്സ് വിഷമിക്കുമ്പോൾ കാണുമ്പോഴൊരു വിഷമമാണ്. പക്ഷെ പല പ്രാവശ്യം അവിടെ പോയത് നടന്നായിരുന്നു എന്നൊക്കെ വളരെ തമാശയായിട്ട് പറയാം. അപ്പം എനിക്ക് അന്ന് പൂഞ്ഞാർ എവിടെയാണെന്നുള്ള അറിയില്ല, എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. അപ്പം നടന്നു പോകാമെങ്കിൽ സിംബിറ്റ്വീൻ 10, 12, 6 തോട് ഒക്കെയുണ്ട്. പ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറേ കൂടെ കോഷ്യസ് ആണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഓരോ കോഴ്സിലും ഉള്ള നമ്മളെ വിജയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ മാർക്കുകളെല്ലാം അദ്ദേഹം കൃത്യമായി വിളിച്ചു പറയണം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പുള്ളി അതിലാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ്റെ വിദ്യാഭ്യാസം പ്രോപ്പറായി നേടാൻ കഴിയാഞ്ഞൊരു സാഹചര്യത്തിൽ നിന്ന് മക്കളെ മാക്സിമം പഠിക്കണമെന്നുള്ളൊരു വാശി പുള്ളിക്കുണ്ടായിരുന്നു. എന്ന് പറയുന്നത് മാക്സിമം സ്കോർസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് മാക്സിമം എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു ലൈനിലാണ് നമ്മൾ. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആണല്ലോ, ഇതൊക്കെ മാർക്ക് സന്തോഷം ഉണ്ടാകാനായിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളങ്ങനെയാണ്. അപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു, സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു പുള്ളിക്ക് അറിയുന്നത്, സന്തോഷം തരുന്ന കാര്യങ്ങൾ. അപ്പോൾ തെറ്റ് കാണിച്ച വഴക്ക് പറയും, അല്ലെങ്കിൽ ഒരടി തരുമെന്നുള്ളതിനകത്തൊന്നും അതൊരു വിഷയമായി അതൊരു ഫീലുണ്ടാകുന്ന ഒരു സംഗതി ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ പകൽ സമയം മുനിസിപ്പാലിറ്റി നിരോധിച്ചിരുന്ന സമയത്ത് പകൽ സമയത്ത് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങാൻ പറ്റാത്തപ്പോൾ ചില വീടിൻ്റെ ഒക്കെ ഈ വർഷത്തൊഴിലാളി സഹകളുടെയൊക്കെ വീടിൻ്റെ മൂടുവശത്താണ് ഇരിക്കുക. അപ്പോൾ അവർ 10 മണിക്ക് പോകുന്നുള്ളത് കൊണ്ട് ഇവിടെ ആരും കാണില്ല എന്നുള്ളത് കൊണ്ട് അവർ പിന്നെ സെർച്ച് അല്ലെങ്കിൽ അത് ഈ മലയാളമായാലും അല്ലാത്ത ആരും അറിയില്ല. അപ്പോൾ രാത്രിയാണ് ഇറങ്ങി വരിക. അപ്പോൾ മുകളിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം. അന്ന് മറ്റു അങ്ങനെയുള്ള സാധാരണ കർഷകത്തൊഴിലാളികളുടെ വീടാണ്. അപ്പം 1, 2 കമ്പായിരിക്കും അവർ വെച്ച് കിട്ടിയിരിക്കണം, അതിലിരിക്കണം എന്താ ഹോൾ ഡേ. അപ്പം അങ്ങനെ ഇരുന്ന് പിന്നെ ഇറങ്ങി വന്ന് ഒന്ന് ടോയ്ലറ്റ് യൂറിനേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അങ്ങനെ എത്രയോ നാള് അങ്ങനെ നിന്ന്. പിന്നെ ബാക്കി ഞാൻ ISRD ഒരു കോളേജ് പൂഞ്ഞാറിലുണ്ട്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ 1, 2 സ്ഥലങ്ങളിലൊക്കെ ഒളിവിലിരുന്ന സ്ഥലമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ നിരാഹാര സമരം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം രാവിലെ തുടങ്ങിയ വൈകുന്നേരം അവസാനിപ്പിക്കുള്ളൂ. തണുപ്പത്ത് അങ്ങ് പോയി ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ എന്താ പിന്നെ എന്തൊരു വിഷയം ഉണ്ടായ സമയത്തൊക്കെ തന്നെ ആരും പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വീടുമൊക്കെ അന്നൊക്കെ നല്ല BP ആയിട്ട് നമ്മൾ അതിൻ്റെ തലേ ദിവസം ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അന്ന് ഡോക്ടറെ കണ്ട് റെസ്റ്റ് എടുക്കണം, 3 ദിവസം ബെഡ് റെസ്റ്റ് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ട് അച്ഛൻ തന്നെ അങ്ങ് പൂക്കളായി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അത് നേരത്തെ തൊട്ടേ അങ്ങനെയാണ്. പല യാത്രകളും അദ്ദേഹം തീരുമാനിക്കുന്നത് അന്ന് ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് വീട്ടിൽ ഇരുന്ന് വിഷമിക്കുക എന്നുള്ളതല്ലാതെ അന്ന് നമുക്ക് വിഷമം ഇല്ലെങ്കിൽ അമ്മ വിഷമിക്കും, അല്ലെങ്കിൽ ഫാമിലി അതർ മെമ്പേഴ്സ് വിഷമിക്കുമ്പോൾ കാണുമ്പോഴൊരു വിഷമമാണ് നമുക്കും ഉള്ള വിഷമമായി മാറും. പിന്നെ ഞങ്ങളുമൊക്കെ ഒരു വലുതായി വന്ന ആ ഒരു ആയിക്കഴിയുമ്പോൾ നാച്ചുറലി ഞാൻ പറഞ്ഞ ഈ ലാസ്റ്റ് ഇൻസിഡൻസ് ഒക്കെ തന്നെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ കുറേ നാളത്തെ വേനൽക്കാലം സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം MLA കൂട്ടാസിൽ കൊണ്ടുവരും. അവിടെ 1, 2 ദിവസം നിന്നിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ അത്യാവശ്യം ശാരീരികമായിട്ട് ഒന്ന് കണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ LKG സെൻ്ററിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ വന്ന് താമസിക്കുക. 1, 2 നില ആയിട്ട് എനിക്ക് വന്നൊരു 3-4 വർഷം കടന്നു. ആ സമയത്തൊക്കെ പിന്നെ നമ്മൾ അവിടെയും MLA ഹോസ്റ്റലുമായിരുന്നു. നമ്മുടെ ഈ വേനൽക്കാല അല്ലെങ്കിൽ വേനലവധി സമയത്ത് 1, 2 ദിവസം വന്ന് നിൽക്കാൻ പറ്റുന്ന ആ സമയത്താണ് ഈ സിനിമ പരിപാടിയൊന്നും ആലപ്പുഴയ്ക്കൊന്നും ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ആ എപ്പോഴും മീറ്റിംഗ് ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ആ ഒരു ആക്റ്റീവ്നെസ്സും ഒക്കെ ആ സമയത്തൊക്കെ കുറവായി. അതൊക്കെ അപ്പം അത് പിന്നെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. നമ്മളത് രാവിലെ സംഭവിച്ചാൽ നമുക്ക് ഉച്ച കഴിഞ്ഞെങ്കിലും അത്
സീരിയസ് ആണ് എന്നുള്ള ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്. പിന്നെ അച്ഛനൊക്കെ പോകുന്ന ആൾക്ക് അച്ഛനൊക്കെ മനസ്സിലാവുമായിരിക്കും ഇതൊക്കെ ആകുമ്പോഴേ ഇവർ ഉദ്ദേശിക്കുന്ന ഇതാണ് എന്നുള്ളതൊക്കെ ഈ മേഖലയ്ക്ക്. പക്ഷെ എന്നാലും നമ്മളത് മാക്സിമം ഇതായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്.